എൻ്റെ പേര് ഗോകുൽ പ്രസാദ്. ഞാൻ NSS ട്രെയിനിങ് കോളേജിലെ 2ാം വർഷ BEd വിദ്യാർത്ഥിയാണ്. ഇന്ന് BEd കരിക്കുലത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് പോക്സോ എന്ന വിഷയത്തെ പറ്റി ഒരു ഇൻ്റർവ്യൂ ചെയ്യണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ്. എന്നോടൊപ്പം ഫൈസൽ സാറാണ്. സാർ അതിൽ സാറിന് പരിചയപ്പെട്ടാണോ? എൻ്റെ പേര് ഫൈസൽ. ഞാനിപ്പം അസിസ്റ്റന്റ് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലായിട്ട് ആലപ്പുഴ ജില്ലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബേസിക്കലി മജിസ്ട്രേറ്റ് കോഴ്സ് ആൻഡ് സീനിയർ കോഴ്സ് ബിറ്റ്വീൻ പോക്സോ ആക്ടുകളും പറയുന്ന സെഷൻസ് ഒഫൻസുകളും നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. എന്താണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്? ഈ ആക്ട് പോക്സോ ആക്ട് എന്ന് പറയുന്നത് ബേസിക്കലി കുട്ടികളെ ലൈംഗിക പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ വിക്ടിമാകുന്ന അവസ്ഥ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആക്ടാണ് പോക്സോ ആക്ട്. നേരത്തെ പോക്സോ ആക്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ തന്നെയുള്ള വകുപ്പുകൾ വെച്ച് പറയുന്നു ഈ പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വിക്ടിമായിട്ട് വരുമ്പോൾ, കുട്ടികൾ സാക്ഷികളായിട്ട് വരുമ്പോഴൊക്കെ അതേ രീതിയിലുള്ള CRPC പ്രകാരമുള്ള അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ IPC പറയുന്ന ഡെഫിനിഷൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനകത്തൊരു നീതിയില്ലായ്മ ഉണ്ടാകുന്നത്. കുട്ടികൾ സാക്ഷിയായിട്ട് പറയുമ്പോൾ ഉൾപ്പെടെ കുട്ടികളോട് ചോദ്യം ചോദിക്കുന്ന രീതി ഉൾപ്പെടെ ഒന്നും പ്രത്യേകം ഡിസ്ക്രൈബ് ചെയ്യുന്ന ആക്ടൊന്നും ഇല്ല. അപ്പം വലിയവരെങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും IPC പറയുന്ന ഒരു 15 വയസ്സിന് മുകളിലുള്ള ആളെ റേപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷകൾ തന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൈകാര്യം ചെയ്യപ്പെടുന്നത് വേർതിരിവുണ്ടായിരുന്നു. അപ്പം അത് കൈകാര്യം ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അഗൈൻസ്റ്റ് വിമൻ എന്നൊരു ആക്ട് ഉടലെടുക്കുന്നത്. 7 വർഷത്തിലാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത്. 2012 പോക്സോ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക്കലി കുട്ടികൾക്കെതിരായിട്ടുള്ള എല്ലാ ലൈംഗിക അതിക്രമങ്ങൾ മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒറ്റ കുട്ടികൾ. കുട്ടികളെ നോർമലി ഉള്ള കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങളോ ജോലിപരമായിട്ടുള്ള ചൂഷണങ്ങളോ അടിക്കുക അങ്ങനെയുള്ള ഒന്നും ഇതിൽ വരുന്നില്ല. കുട്ടികളെ ഉപദ്രവിക്കുക, ഇപ്പം ടീച്ചേഴ്സിന് ഇപ്പം വടി ഉപയോഗിച്ച് അടിക്കാൻ പാടില്ലെന്ന് പറയും. അതെല്ലാം JJ ആക്ട്, ജൂനിയർ ജസ്റ്റിസ് ആക്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പോക്സോ ആക്ട് വരുന്നത് കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ മാത്രമാണ്. അത് എല്ലാ തരത്തിലുള്ളത്, അതായത് ലൈംഗിക ചുവയുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ സെക്ഷൽ ഹറാസ്മെന്റ് ഒരു 11-12 സെക്ഷൽ ഹറാസ്മെന്റ് പറയുന്നുണ്ട്, സെക്ഷൽ അസോൾട്ട് പറയുന്നുണ്ട്, 7 അഗ്രിവേറ്റഡ് സെക്ഷൽ അസോൾട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പം ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഒരു ടച്ച്, ഒരു തൊടൽ ഉൾപ്പെടെയുള്ള തൊടൽ മുതൽ ബലാത്സംഗം വരെയുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കുക, തൊടുക പോലും വേണ്ട. ഇപ്പം സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുമ്പോൾ കുട്ടികളെ എന്തെങ്കിലും നഗ്നതാ പ്രദർശനം കുട്ടികളോടുണ്ട്, അത് മുതൽ ബലാത്സംഗം വരെയുള്ള എല്ലാ തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളും പോക്സോയുടെ ഏത് പ്രായപരിധിയിലുള്ള കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് പോക്സോ ആക്ടിന് കീഴിൽ വരുന്നത്? 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായിട്ട് കണക്കാക്കുക. 18 വയസ്സിന് താഴെയുള്ള എല്ലാ പറയുന്ന ആരാണെങ്കിലും ഇപ്പം ഒരു ജനിച്ച് വീണ കുട്ടി മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ ആളുകളെയും കുട്ടികളായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് മൊത്തം ഒരൊറ്റ സെഗ്മെന്റിൽ തന്നെയാണ് കണക്കാക്കുക. അതിൻ്റെ പോക്സോ ആക്ടിൻ്റെ ഒരു പറയുന്ന ഒരു ക്രിറ്റിസിസവും ഈ പറയുന്ന കാര്യമാണ്. 18 വയസ്സ് താഴെയുള്ള എല്ലാവരെയും അങ്ങനെ കണക്കാക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 17 വയസ്സുണ്ടെങ്കിൽ 17 ഉള്ള ഒരു ആളും 18 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഈ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു ലവ് അഫെയർ പോലും അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു സെക്ഷൽ ആക്ടിങ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതും പോക്സോ ആക്ടിന് വെളിയിൽ വരുന്നു. ഒരു 19 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരാളും ഒരു 5-6 വയസ്സുള്ള കുട്ടിയുമായിട്ടുള്ള സെക്ഷൽ ആക്ടും എല്ലാം ഒരേപോലെ കൈകാര്യം കണക്കെടുക്കപ്പെടുന്ന രീതിയിലാണ്. ഒരു ഡിഫറൻസിയേഷൻ ചെയ്ത് എന്നുള്ള പ്രശ്നമുണ്ട്. 12 വയസ്സ് താഴെയുള്ളവരെയാണ് കണക്കാക്കുന്നത്. കുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയാൽ ആദ്യം പരാതി നൽകേണ്ടത് എവിടെയാണ്? കുട്ടികൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആരോട് പറയുന്നില്ല, അതിന് അതോറിറ്റിയുള്ള ഒരാളോട് കുട്ടി വന്ന് പറയുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് പോലീസിൽ ഒരു പരാതി പെടേണ്ടതാണ്, പോലീസിനെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ അറിയിക്കാതിരിക്കുന്നത് സെക്ഷൻ 22 പ്രകാരം, പോക്സോ ആക്ട് പ്രകാരം അത് ഇറ്റ്സെൽഫ് ഒരു കുറ്റമായിട്ട് കണക്കാക്കാൻ വേണ്ട 6 മാസം ഗവൺമെന്റ് ഓഫീസ്. അതും ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അധ്യാപകരോട് കുട്ടികൾ അതോറിറ്റിയുള്ള ആരോടെങ്കിലും അത് പറയുകയാണെങ്കിൽ അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്, എത്രയും പെട്ടെന്ന് അറിയിച്ചത്. അതിൽ കൂടുതൽ താമസം ഉണ്ടാകാനോ അത് പുറത്ത് പറയേണ്ട എന്ന് കുട്ടിയെ ഉപദേശിക്കാനോ ഒന്നും പാടില്ല. പിന്നെ ഒരു പ്രിലിമിനറി ഇപ്പം നോർമലി ചൈൽഡ് കെയറുമായിട്ടൊക്കെ ബന്ധപ്പെടാം. ഇതുപോലെ ചൈൽഡ് കെയറുമായിട്ട് ഇപ്പം നമ്മൾ അറിയുമ്പോൾ നമുക്കത് അവലോകനം ചെയ്യാനൊരു എടുത്ത് ഇപ്പം കുട്ടി പറയുന്നത് ശരിയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് അവലോകനം ചെയ്യുന്നതിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചൈൽഡ് കെയറുമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ അവർ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുത്ത് കുട്ടികളിൽ നിന്നും ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് അറിയിക്കുകയും ചെയ്യും.
അപ്പം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് ഒരു ക്രെഡിബിളും അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓടിപ്പോയി ഒരു പരാതി ഇതാവുക എന്നുള്ളതല്ല. ചൈൽഡ് കെയറുമായിട്ട് എത്ര പെട്ടെന്ന് ബന്ധപ്പെട്ടാലും മതിയാകും. അപ്പോൾ അത് പോക്സോ നിയമപ്രകാരമുള്ള നീതി നിർവ്വഹണത്തിൽ പോലീസിന്റെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ്? പോക്സോ ആക്ടിന്റെ പ്രത്യേകത തന്നെ കുട്ടികളാണ് വിക്ടിം. കുട്ടികൾ വിക്ടിമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുട്ടി വിക്ടിമാകുമ്പോൾ വിക്ടിം ഒരു സാക്ഷിയും കൂടെയാണ്. ആ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തുക, സാക്ഷിയുടെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, രക്ഷപ്പെട്ട കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പം ഇതൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ചൈൽഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം കോടതികൾ നോക്കി അറിയാം, കുട്ടി ഒരു കാര്യം പറയുന്നു, ആ കാര്യം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ കാര്യമാണ് കോടതി പറയുന്നതെന്നുണ്ടെങ്കിൽ ആ കേസിനെ ബാധിക്കുന്നു. വളരെ ജെന്യൂനായിട്ടുള്ള ഒരു കേസ് ശിക്ഷിക്കപ്പെടാതെ പോകാനുള്ള ഒരു സാധ്യതയുണ്ടാവും. എങ്ങനെ കുട്ടി ആദ്യം പറയുന്ന മൊഴിയും പിന്നീട് പറയുന്ന മൊഴിയും എന്നുള്ള വൈദ്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ കുട്ടിക്ക് പോലീസിന് മുൻപാകെയാണെങ്കിലും ഒരു കാര്യം പറയുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ടുള്ള ഒരു ചൈൽഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പോലീസിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ രീതിയിൽ യൂണിഫോമിലല്ലാണ്ടിരിക്കുക. നോർമലി ഇപ്പം കുട്ടികളുടെ ഡെന്റിസ്റ്റ്, കുട്ടികളെ പല്ല് കാണിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഡോക്ടേഴ്സിനെ കാണിക്കാൻ പോകുമ്പോൾ അവർ ഏത് രീതിയിലാണ് അവരുടെ ടേബിൾ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. പോക്സോ കോടതികളും അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോക്സോ കോടതിയിലെ കുട്ടികളെ VC ത്രൂ ആണ്, വീഡിയോ കോൺഫറൻസ് ത്രൂ ആയിരിക്കും കുട്ടികളെ മൊഴിയെടുക്കുക. അവരിരിക്കുന്ന റൂം നോക്കി അറിയാം, അവിടെ ഇവിടെ പടങ്ങളൊക്കെ വരച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് പെരിഫറലി അങ്ങനെ ഒരു സാധനം എന്നുള്ളത് മാത്രമല്ല, ഇടപെടലിലും അങ്ങനെ ഉണ്ടാകുക. കുട്ടികൾക്ക് കുറച്ച് ഇതൊരു പോലീസും അങ്ങനെയുള്ള ഒരു പേടി തോന്നിക്കാത്ത രീതിയിൽ അത് ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നടപടികൾ 22 പ്രകാരമുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പോക്സോ ആക്ട് പ്രകാരം തന്നെയായിരുന്നു. പോക്സോ നിയമപ്രകാരമുള്ള ശിക്ഷകൾ എന്തൊക്കെയാണ്? പോക്സോ നിയമപ്രകാരം പല തരത്തിലുള്ള ശിക്ഷകളുണ്ട്. 20 വർഷം വരെയാണ് ശിക്ഷകൾ പറയുന്നത്. അതെ, അത് പറയുന്നത് നോർമലി ഉള്ള സാധാരണഗതിയിൽ ഇപ്പം നമ്മുടെ ലൈഫ് ഇംപ്രസൺമെന്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഒരു എത്രയാണ് അതാണ് പൊതുവെയുള്ള തെറ്റിദ്ധാരണ. ശരിക്കും ജീവപര്യന്തം എന്ന് പറയുന്നത് 14 വർഷമല്ല. ഈ 14 വർഷം കാലഘട്ടം നിജപ്പെടുത്താനുള്ള റീസൺ ഇതില് ജീവപര്യന്തം നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈഫ് ലോങ് എന്നുള്ളത് തന്നെയാണ്. 14 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് അതൊന്ന് കമ്മിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കുറച്ചു കൊടുക്കും. അതുകൊണ്ടാണ് 14 വർഷം ആൾക്കാർ വെച്ചിരിക്കുന്നത്. നോർമലി ജീവപര്യന്തം ലൈഫ് ലോങ് തന്നെയാണ്. പോക്സോ ആക്ടിൽ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ പറയുന്നുണ്ട്. സെക്ഷൻ അസോൾട്ട് ചെറിയ രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ 5, 6, 7 വർഷം വരെയൊക്കെ ഉള്ളതുണ്ട്, 20 വർഷം വരെ ഉള്ളതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പണിഷ്മെന്റുകളാണ് പോക്സോ ആക്ടിൽ. പോക്സോ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിചാരണയും വിധിയും പൂർത്തിയാക്കാൻ എന്തെങ്കിലും കാലതാമസം ഉണ്ടാവും? കാലതാമസം ഇപ്പം ഉള്ള ഒരു അവസ്ഥ വെച്ചാൽ പോക്സോ കേസുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോടതികളാണുള്ളത്, സ്പെഷ്യൽ കോടതികൾ പോക്സോയ്ക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നമുക്ക് നമ്മുടെ രാജ്യത്ത് പൊതുവെ കേസുകൾ കെട്ടിക്കിടക്കുന്നതിൻ്റെ ബാഹുല്യമൊക്കെ കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പോക്സോ കേസുകൾ ഫാർ ബെറ്റർ ആയിട്ടാണ്, സ്പീഡി ട്രയലാണ്. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, സ്പെഷ്യൽ പോക്സോ കോടതികളെല്ലാം ജില്ലകളിൽ തന്നെ 2-3 സ്പെഷ്യൽ കോടതികളുണ്ട്. അതുകൊണ്ട് താരതമ്യേന വളരെ പെട്ടെന്നാണ് പോക്സോ ട്രയലുകൾ ഇന്ന് നടക്കുന്നത്. പോക്സോ നിയമപ്രകാരമുള്ള ശിക്ഷ സമൂഹത്തിന് മാതൃകാപരവും പുനരധിവാസവുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? പോക്സോ പ്രകാരമുള്ള പോക്സോ ആക്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിയമങ്ങൾ പലതരത്തിലാണ്. ചില നിയമങ്ങൾ റെഫർമേറ്റീവ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, ആളുകളെ ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാ ആക്ടുകളും അങ്ങനെയല്ല. NDPs, നാർക്കോട്ടിക് ആക്ടുകൾ റീഹാബിലിറ്റേഷൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് പേടിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഡിറ്ററന്റ് എഫക്റ്റ് ഉണ്ട്. പോക്സോ ആക്ടിൽ ഒരു പരിധിവരെ ഡിറ്ററന്റ് എഫക്റ്റ് തന്നെയാണ്. ഇത് നമ്മൾ നോക്കിയറിയാം, പോക്സോ ആക്ടിൽ മറ്റുള്ള സാധാരണ ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്ന നിയമങ്ങളുടെ വ്യത്യസ്തത ഇതിൽ പ്രിസംഷൻ എന്ന് പറയും. ഇപ്പം ഒരാളൊരു ഒഫൻസ് ചെയ്തിട്ടുണ്ട്, ഒരു കുട്ടി വന്ന് പറയുകയാണ് എന്നെ കടന്നു പിടിച്ചു, എൻ്റെ കയ്യിൽ പിടിച്ചു, അല്ലെങ്കിൽ എൻ്റെ കാലത്ത് പിടിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പോക്സോ ആക്ടിൽ സെക്ഷൻ 29 ഒരു പ്രിസംഷൻ ഉണ്ട്. പ്രിസംഷൻ പ്രകാരം ഒരാൾ ഒരു അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെക്ഷൻ ഹറാസ്മെന്റ്, ഒരാൾ എന്തെങ്കിലും എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഹറാസ്മെന്റോ സെക്ഷൻ ഹറാസ്മെന്റോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെക്ഷൻ ഇന്റന്റോട് കൂടിയാണ് അയാൾ ചെയ്തതെന്ന് കോടതി പ്രസ്യൂം ചെയ്യുന്നത്. പക്ഷേ കോടതി അത് ഉറപ്പിക്കും, അതായത് ഇയാൾ ഈ ആക്ട് ചെയ്തത് സെക്ഷൻ ഇന്റന്റോട് കൂടിയാണ് എന്ന് തന്നെ കോടതി പ്രസ്യൂം ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു വ്യത്യസ്തത ഈ നിയമത്തിലുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഡിറ്ററന്റ് എഫക്റ്റ് തന്നെയാണ്. ഒരു വിധത്തിലും ലൈംഗികമായിട്ട് ചൂഷണം ഉണ്ടാകാൻ പാടില്ല. കാര്യം അത്ര
കഠോരമായിട്ടുള്ള ശിക്ഷകളാണ് അതിലുണ്ട്. ഇപ്പം തന്നെ പലപ്പോഴും 50-ഉം 60-ഉം ഒക്കെ വർഷങ്ങളാണ് ക്യുമുലേറ്റീവായിട്ട് സെൻറ്റൻസുകൾ വരാറുള്ളത്. റിഫോർമേഷനെക്കാളും പോക്സോ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡിറ്ററന്റ് എഫക്റ്റ് തന്നെയാണ്. കുട്ടികളെ ചൈൽഡ്ഹുഡാണ് കാര്യം, ഏറ്റവും വിലമതിക്കാനാവാത്തൊരു കാര്യമാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈഫ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. പിന്നോട്ടുള്ളതൊക്കെ ഈ ട്രോമയിലായിരിക്കും മുമ്പോട്ട് പോകുക. അപ്പോൾ ചൈൽഡ്ഹുഡ് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ള ഒരു പ്രിഫറൻസ് കണക്കിലെടുത്തുകൊണ്ട് റിഫോം ചെയ്യുന്ന ഒഫൻഡറെ റിഫോം ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെ റെഫറൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിറ്ററന്റ് എഫക്റ്റ് തന്നെയാണ് പോക്സോ ആക്ട് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ തലത്തിലെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തതയാണോ പോക്സോ കേസുകളുടെ വർധനവിന്റെ തീർച്ചയായിട്ടും കാര്യം സെക്സ് എഡ്യൂക്കേഷന്റെ കുറവ് ഭയങ്കര കാര്യമായിട്ടുണ്ട്. കാര്യം പലപ്പോഴും സ്കൂളുകളിൽ പോക്സോ ആക്ട് പ്രകാരമുള്ള ക്ലാസ്സുകൾ എടുക്കാത്തതിന്റെ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാര്യം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു 100 പോക്സോ കേസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 50% തന്നെ പറയാനുള്ളത് വരുന്നത് അഡോളസെന്റ് ലവേഴ്സിന്റെ സെക്ഷൽ ആക്ടുകളെ പോക്സോ ആക്ടിനുള്ളിൽ വരുന്നുണ്ട്. കൺസെന്റോട് തന്നെ കാര്യം 18 വയസ്സിന് താഴെയുള്ള ഒരു പോക്സോ ആക്ട് പ്രകാരമുള്ളതിൽ കൺസെന്റ് ഒരു ഫാക്ടറേ അല്ല. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം എന്താണ്, ചിലപ്പം സ്കൂൾ തലത്തിൽ മുതൽ ഇഷ്ടപ്പെട്ട് വരുന്ന ആൺകുട്ടിയും പെൺകുട്ടിയായിരിക്കും. ആൺകുട്ടിക്ക് ചിലപ്പോൾ ഒരു 6 മാസം മൂപ്പ് വരും. ആൺകുട്ടിക്ക് 18 വയസ്സും നേരത്തെ പറഞ്ഞു 17 വയസ്സുമാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള സെക്ഷൽ ആക്ടിനെ വീട്ടുകാരറിയുമ്പോൾ പലപ്പോഴും പോക്സോ ആക്ട് യൂസ് ചെയ്തുകൊണ്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ആൺകുട്ടി മിനിമം ഒരു 10-13 ദിവസം അടുത്തിറങ്ങുന്ന അവസ്ഥയാണ്. ഇവനെ ബാക്കി ക്രിമിനൽസുമായിട്ട് ഇവന്റെ ഭാഗത്ത് ഇവനൊരു ക്രിമിനലും അല്ല, പരസ്പര സമ്മതത്തോടെയാണ്. ഏജ് അല്പം കുറഞ്ഞു എന്നുള്ളതാണ്. ആക്ട് വളരെ കണിശമാണ്. അതിന് വേറെ ഒരു നിവൃത്തിയില്ല. അതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഓഫീസർക്ക് ഉൾപ്പെടെ കുട്ടി ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് ഉൾപ്പെടെ യാതൊരു ഡിസ്ക്രിപ്ഷൻ ആവില്ല, കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകും. അപ്പം ഈ പറയുന്ന ആക്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൽ ആക്ട് ഇത്രത്തോളം ഒരു ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പരാതിപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകും എന്നുള്ളൊരു ധാരണ ഉണ്ടാകാനും കുട്ടികൾ ഇതിൽ ഉൾപ്പെടാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പം തന്നെ നമുക്കുള്ള കേസുകൾ തന്നെ പല കേസുകൾ അങ്ങനെയാണ്. 10-20 വയസ്സുള്ള കുട്ടികളൊക്കെ വലിയ ക്രിമിനൽസുമായിട്ട് ഇതിൽ ചേർന്ന് ഇതിൽ കിടക്കുകയാണ്, ജാമ്യം പോലും കിട്ടാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെക്സ് എഡ്യൂക്കേഷൻ വളരെ നിർബന്ധമാണ്. ബേസിക്കലി ഈ അഡോളസൻസിലുള്ള കുട്ടികൾ വേണ്ട അകത്തെടുക്കാൻ കാരണം ഇത് മാത്രമാണ്. കാര്യം അവർക്ക് ഈ പറയുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു ദൂരവ്യാപകമായിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കും. ഇത് അവരുടെ വിചാരം എന്താണ്, കൺസെന്റ് ഉണ്ട്, ഞങ്ങൾ പലർക്കും ഇഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, ഇതിന്റെ പേരിൽ ഞങ്ങൾ ജയിലിൽ പോകുമെന്ന് ഒരു ധാരണയും ഇല്ലാതെ നിൽക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 18 വയസ്സ് കഴിയാനെങ്കിലും ഒരു വെയിറ്റ് ചെയ്യും. അപ്പോൾ അത് പ്രധാന പ്രശ്നമാണ്, വളരെ സീരിയസ് ഇഷ്യൂ തന്നെയാണ് കുട്ടികളെ കുറിച്ച്. പ്രത്യേകിച്ചും സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമാണല്ലോ പോക്സോ ആക്ടിനെ കുറിച്ച് പറയണമെങ്കിൽ അവർക്ക് അതിന് സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തതിന് ശേഷമല്ലേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോളസൻസിനുള്ള സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, അത് പലപ്പോഴും അതിൻ്റെ ഒഫൻഡറെ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. വിക്ടിമിന് ധാരണ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു 10 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്നുള്ളതാണ്. അതിൽ താഴെ ഒരു 5-6 വയസ്സുള്ള കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്കാണ് അതിനെക്കുറിച്ച് ബോധ്യം വേണ്ടത്. കാര്യം നമ്മൾ നോക്കിയറിയാം, മെജോറിറ്റി ഓഫ് കേസസിൽ പോക്സോ ആക്ടുകളിൽ ഒഫൻഡേഴ്സ് ഒരുപാട് വളരെ അടുത്ത ആൾക്കാരായിരിക്കും. അപ്പം വീട്ടിൽ ബന്ധുക്കളൊക്കെ ആയിരിക്കും. അപ്പം അതെ, എല്ലാം നമുക്ക് ചുറ്റുമുള്ള ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഈസ് എ പൊട്ടൻഷ്യൽ സെക്സ് ഒഫൻഡർ എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. നമുക്ക് ആരെയും അങ്ങനെ കണ്ണോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എത്രയൊക്കെ അടുത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പലപ്പോഴും നോക്കിയാൽ ഇപ്പം മതസ്ഥാപനങ്ങളിൽ ഒരുപാട് കേസുകൾ നമ്മൾ കാണാറുള്ളതാണ്. കാര്യം അവിടെ പലപ്പോഴും അവിടെ പഠിപ്പിക്കുന്നവരാണെങ്കിലും ഒരു ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ പര്യാപ്തരായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുട്ടികളെ വിടുമ്പോഴും പേരൻസ് മസ്റ്റ് ബി അവെയർ. ഒരു വളരെ വലിയ ചാൻസ് ഉണ്ട് കുട്ടികൾ ആക്രമിക്കപ്പെടാൻ. അപ്പം കുട്ടികൾക്ക് നമ്മുടെ തുറന്ന് സംസാരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം ശിശുക്ഷേമ സമിതിയിൽ എത്ര പെട്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ശിശുക്ഷേമ സമിതി നമ്മൾ ഡീൽ ചെയ്തൊരു കാര്യമില്ല. പോക്സോ ഒരു ലിംഗഭേദമില്ലാത്ത നിയമമാണ്, നിയമമാണ്. പോക്സോ നിയമപ്രകാരമുള്ള വൈദ്യപരിശോധനയ്ക്ക് കുട്ടിക്കൊപ്പം ആരൊക്കെ പോകേണ്ടി വരും? കുട്ടിയുടെ പേരൻസ്, കുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പേരൻസ് ഉൾപ്പെടുന്ന കേസുകളൊക്കെ ഉണ്ടാവും. ഡിപ്പെൻഡ് ചെയ്യുന്നു കുട്ടികളുടെ ഗാർഡിയൻ ആരാണ്.
ഇത്തരം കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂഷൻ നിയമിക്കുന്നതിനുള്ള വ്യവസ്ഥ എന്താണ്? പ്രോസിക്യൂട്ടർ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം വെച്ചാൽ നോർമലി പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന്റെ നിയമനത്തെ കുറിച്ചൊക്കെ പലപ്പോഴും വലിയ ചർച്ചകൾ നടക്കുന്നതാണ്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളെയാണ്, അതായത് തിയറിയിൽ അങ്ങനെയുള്ളവരെയാണ്, കുട്ടികളുടെ ക്ഷേമം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളെയാണ് നോർമലി പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കേണ്ടത്. അത് മാത്രമല്ല ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്ത് പരിജ്ഞാനമുള്ള, അതായത് പ്രതിഭാഗത്ത് നിന്നിട്ട് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്ത് പരിജ്ഞാനമുള്ളവരായിരിക്കണം. അതാ കാര്യം ഈ പ്രതിഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിലാണ് ഇപ്പുറത്തുള്ള മാധ്യമത്തിൽ നിന്നിട്ടുള്ള ഒരു കേസ് നന്നായിട്ട് കൈകാര്യം ചെയ്യാനും അവർ പര്യാപ്തരാക്കുന്നത്. അപ്പം നേരത്തെ ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള പീപ്പിളായിട്ടുള്ള ഈ പറയുന്ന സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളായിരിക്കും. ഇത്തരം കേസുകളിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിനും തെറ്റായ പരാതി നൽകിയതിനും ഒരു കുട്ടിയെ പോക്സോ നിയമത്തിൽ ഇല്ല, ശിക്ഷിക്കാൻ കുഴപ്പമില്ല. അതൊരു വലിയ പ്രശ്നമാണ്. പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം തെറ്റായ വിവരം ചിലപ്പം ജനുവനായിട്ടുള്ളതായിരിക്കാം, ഉള്ള എവിഡൻസ് വെച്ചുള്ള തെറ്റാണെന്ന് തോന്നുന്നതായിരിക്കാം. പല കേസുകളിലും ഈ ഒരു വസ്തുതർക്കത്തിന് വരെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള കേസുകൾ എടുക്കുന്ന കാര്യമുണ്ട്. അധ്യാപകർക്കെതിരെ വരാറുണ്ട്. അപ്പം ചിലപ്പം അടിച്ചതിനുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. പക്ഷേ കുട്ടികളായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അനീതിയാണോ എന്ന് ചോദിച്ചാൽ അനീതിയാണെന്ന് പറയാം. അപ്പോൾ അധ്യാപകനെതിരെ ഒരു കുട്ടി പറയുകയാണ്, ആ അധ്യാപകന്റെ ഒരു ജീവിതം മൊത്തം ഇത്രയും നാൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന എല്ലാ തകരുകയാണ്. പക്ഷേ കുട്ടിയായിട്ട് കണക്കാക്കുന്നുണ്ട്, കുട്ടിക്കെതിരെ ക്രിമിനൽ കേസ് വരുന്നില്ല. മാധ്യമങ്ങൾ പോക്സോ കേസുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പോക്സോ കേസുകൾ ഞാൻ പറഞ്ഞല്ലോ, 2 തരത്തിലുള്ള പോക്സോ കേസുകൾ ഉണ്ടാകുന്നുണ്ട്. റിയൽ പോക്സോ കേസുകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പീഡോഫൈൽസ്, കുട്ടികളെ പീഡിപ്പിക്കുന്ന അത്തരമുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നതും അഡോളസൻസ് സെക്സിലേർപ്പെട്ട കാമുകന്റെയും കൗളിയുടെയും കേസുകളും ഒരേ തരത്തിലാണ് പലപ്പോഴും മീഡിയാസ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന 2 പേര് തമ്മിലുള്ള ഒരു ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട പോക്സോ കേസ് ആണെങ്കിലും പിന്നെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് അറിയില്ല, വീട്ടുകാർക്ക് പോലും അറിയില്ല. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പം ലീഗൽ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായില്ലാത്ത കേസിൽ നമുക്ക് വരുമ്പോൾ വീട്ടുകാരെ വിളിക്കുമ്പോൾ വീട്ടുകാരെ വരെ വേണ്ടെന്ന് വെച്ചിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണ്? അതുപോലെ അമൂല്യമാണ്. പക്ഷേ അവരുടെ വിചാരം ഞാൻ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അവർക്കും അറിയാം ഇതിൻ്റെ ഒരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ പ്രായമുള്ള കുട്ടിയാണ്. പക്ഷേ ആളുകളുടെ അറിയില്ല. അപ്പം മീഡിയാസ് ഇങ്ങനെ പറയുമ്പോൾ ആളുകളൊക്കെ കുട്ടിയെ പീഡിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. അതിനൊപ്പം ഉള്ള വേറെ കാര്യം വെച്ചാൽ എപ്പോഴും പറയാനുള്ളതാണ്, അൺലെസ് പ്രൂവൺ ഗിൽറ്റി ഈ പറയുന്ന ആൾ ഇന്നസെന്റ് ആണെന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ട്രയലിന് ശേഷമാണ് ഇയാൾ ഗിൽറ്റി ആണോ എന്ന് അറിയുന്നത്. ഇത് ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇയാളെ കുറ്റഘോഷിക്കപ്പെടുമ്പോൾ എത്രയോ കേസുകളുള്ളതാണ്. അതിനുശേഷം കുട്ടിക്കൊള്ളപ്പരാതിയായിരിക്കും പുറത്തു വരിക. അപ്പം ഇയാളെ പ്രതിയാണെന്ന് പറഞ്ഞ് വിളിച്ചു കൂവിയ അതേ ഒരു ഒച്ച വേണം, ഇത് കള്ളപ്പരാതിയാണ്, ഇയാൾ നിരപരാധിയാണെന്ന് മീഡിയാസ് പറയുന്നത്. അതേ വലിപ്പത്തിലുള്ള കോളമായിരിക്കണം വാർത്ത കൊടുക്കുന്നത്. വളരെ അത് നടക്കാറുണ്ട്. മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് ഇപ്പം കുട്ടിയുടെ പേരും വിവരങ്ങളും വെളിപ്പെടുത്താണ്ടിരിക്കുക, വിക്ടിമിന് അനുകൂലമായിട്ടുള്ള കാര്യം, അറ്റ്ലീസ്റ്റ് വിക്ടിമിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ പേരും കാര്യങ്ങളും വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ള ഇതിൽ, അതുപോലെ തന്നെ CRPC-ലൊക്കെ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. സമയം